മഴ പെയ്തതോടെ വെള്ളറക്കാട് തിപ്പിലിശ്ശേരി റോഡിലൂടെയുള്ള യാത്ര കൂടുതൽ ദുരിതപൂർണമായി. കടങ്ങോട് പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട ഈ റോഡ് തകർന്ന് യാത്രായോഗ്യമല്ലാതായിട്ട് വർഷങ്ങളായി. തൃശൂർ, പാലക്കാട് ജില്ലകളെയും കടങ്ങോട്, കടവല്ലൂർ പഞ്ചായത്തുകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡാണ് വെള്ളറക്കാട് തിപ്പലിശ്ശേരി റോഡ്. കുണ്ടും കുഴിയുമായി കിടക്കുന്ന റോഡ് യാത്രക്കാരുടെ നടുവൊടിക്കുന്ന സ്ഥിതിയാണ്. കുഴിയിൽ ചാടി വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നത് നിത്യസംഭവമാണ്. ഇതിനിടയിലാണ് ജൽജീവൻ പദ്ധതിയുടെ ഭാഗമായി പൈപ്പിടുന്നതിനു വേണ്ടി കാന കീറിയത്. കുഴിച്ചെടുത്ത മണ്ണ് റോഡിന് ഇരുവശവും കൂട്ടിയിട്ട് കാനകൾ മൂടുകയും കൂടി ചെയ്തതോടെ നേരിയ തോതിൽ ചാറ്റൽ മഴ പെയ്താൽ പോലും ചെളിയും വെള്ളക്കെട്ടും നിറഞ്ഞ് വാഹനങ്ങൾക്കും കാൽനട യാത്രക്കാർക്കും സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. സ്കൂൾ വിദ്യാർത്ഥികളും തൊഴിലാളികളും ഉൾപ്പെടെയുള്ള നൂറുകണക്കിന് പേരാണ് ദിനം പ്രതി ഇതിലൂടെ സഞ്ചരിക്കുന്നത്. കടങ്ങോട് പഞ്ചായത്തും വാർഡ് മെമ്പറും ജനങ്ങളുടെ ദുരിതം കണ്ടില്ലെന്ന് നടിക്കുകയാണെന്ന് കോൺഗ്രസ് കടവല്ലൂർ ബ്ലോക്ക് സെക്രട്ടറി MH നൌഷാദ് ആരോപിച്ചു. കഴിഞ്ഞ കുറെ വർഷങ്ങളായി റോഡ് തകർന്ന് സഞ്ചരിക്കാൻ പറ്റാത്ത വിധം കുണ്ടും കുഴികളുമായി കിടക്കുകയാണ്. ഇത് പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പഞ്ചായത്തിന് ഒട്ടനവധി നിവേദനങ്ങൾ കൊടുത്തുവെങ്കിലും ഒരു നടപടിയും കൈക്കൊണ്ടില്ലെന്ന് മാത്രമല്ല, വീണ്ടും ജലജീവൻ പദ്ധതിയുടെ ഭാഗമായിക്കൊണ്ട് പൈപ്പിടുന്നതിനു വേണ്ടി കാന കുഴിക്കുകയും ആ കുഴിച്ച കാനയിലെ മണ്ണ് വെള്ളമൊഴുകി പോകുന്ന കാനയിലേക്ക് ഇട്ട് മണ്ണ് കുന്നുകൂട്ടിയിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ കാണുന്നത്. ഒട്ടനവധി സ്കൂൾ വിദ്യാർത്ഥികൾ യാത്ര ചെയ്യുന്ന ഈ റോഡ്, അതുപോലെ തന്നെ തൊഴിലാളികൾ തൊഴിലിനു വേണ്ടി പോകുന്ന, സാധാരണക്കാർ കാൽനടയായി പോകുന്ന ഈ റോഡ് രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ഒട്ടനവധി വാഹനങ്ങളാണ് ഈ വഴിയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകളുടെ ഭരണം ഇടതുപക്ഷത്തിനാണ്. റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ ഭരണാധികാരികൾ തയ്യാറാകുന്നില്ലെന്നും ഇതിനെതിരെ ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും MH നൌഷാദ് അറിയിച്ചു. TCV ന്യൂസ്, എരുമപ്പെട്ടി.